നടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ തെറാപ്പി എനിക്ക് തോന്നുന്നു തെറാപ്പി എടുത്തു വരുമ്പോൾ അതങ്ങനെ കിട്ടിക്കോളൂ അല്ലെ, അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ആ വക കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നല്ല ബോധവാന്മാരാവുക. പിന്നെ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു കുട്ടി വന്നു, സാധനങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും പാരന്റിന്റെ മുമ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ മുമ്പിലിട്ടിട്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ അഗൈൻസ്റ്റ് ആയിട്ട് അവരെ കൂടെ അല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫുൾ തെറ്റാണെന്ന് ഒറ്റയടിക്കൊന്നും പറയരുത്. അങ്ങനെ നിങ്ങൾ എന്ന് പറയുന്നോ അവിടെ നമ്മൾ ശരിക്കും നമ്മളെ തെറാപ്പിയുടെ വർക്കാവില്ല. കാരണം കുട്ടി ഓൾറെഡി നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നു ഞാൻ നല്ല ആറ്റിറ്റ്യൂഡുള്ള നല്ല ബുദ്ധിബോധമുള്ള കുട്ടിയാണ്. നമ്മൾ അവരെ കൂടെ നിന്നിട്ട് അവര് പറയും, നന്നായി പറയും, എന്നെ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അവിടെ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ തിരക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടെന്നൊക്കെ എന്താ റീസൺ എന്നുള്ളത് കറക്റ്റായിട്ട് പറയും. അതുവരെ കുട്ടി കട്ടെടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടോ കുട്ടി ആരെയും ചീത്ത പറഞ്ഞതിനെ കുറിച്ചിട്ടോ അവർ നല്ല ആളാവാൻ വേണ്ടി പലപ്പോഴും നമ്മളോട് ട്രൈ ചെയ്യും. നമ്മൾ അവരെ കൂടെ നിന്ന് വളരെ സിമ്പിളായിട്ട് അവർ പോലും അറിയാതെ ഒരു ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അത് പാരന്റിന് കൊടുക്കണം. ഇവനിപ്പോൾ ഇന്ന് ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ ടിക്കിടുക, അങ്ങനെ ഒരു 10 ദിവസം ടിക്കിട്ട ഗിഫ്റ്റ് തരുന്നു. അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി തല്ലുണ്ടാക്കാണ്ടിരിക്കും, ഗിഫ്റ്റിന് വേണ്ടി പല പല ഇഷ്യൂസ് അവർ ചെയ്യാണ്ടിരിക്കും. ശരിക്കും ഈ ഒരു റുട്ടീൻ ചാർട്ട് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ചാർട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതിലൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ചെയ്യാതായിട്ട് ആ ബിഹേവിയറെ അങ്ങോട്ട് മാഞ്ഞു. പക്ഷെ നമ്മളവിടെ ആരാണ് ഇത് തരുന്നിട്ടാ, നമ്മളെ കഴിവ്